NJ ആഫ്റ്റർ ലോങ് ടൈമിന് ശേഷം വെൽക്കം ടു NJ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഗൂസ് ബംസ് എനിക്ക്. കാരണം ഏകദേശം പോയി എന്ന് വിചാരിച്ചൊരു ചാനലാണ്. അപ്പൊ എന്തായാലും കുറെ നാൾക്ക് ശേഷം നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. അതും നമ്മൾ ഏകദേശം ഗില്ലി ചെയ്താണ് പോയതെങ്കിൽ നമ്മളിപ്പോ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് തളപതിയുടെ ഗോഡ് മൂവിയിലെ സോങ്. എത്ര സിംഗിൾ ആണെന്ന് അറിയില്ല, ഫോർത്ത് സിംഗിൾ ആണെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും 4ാമത്തെ സിംഗിൾ ആണ്. ആൻഡ് പേര് വന്നിരിക്കുന്നത് മട്ട എന്നാണ്. നമ്മൾ മറ്റേ ചാനൽ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിപോലെ ട്രെയിലറൊക്കെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ ട്രെയിലർ റിയാക്ട് ചെയ്യാത്തതെന്നൊക്കെ. പക്ഷെ നമ്മൾ ഓൾറെഡി റിയാക്ട് ചെയ്തിട്ടുണ്ട് ആ ചാനലിൽ, ജങ് സ്റ്റോക്കില്. പക്ഷെ ചിലപ്പോ എല്ലാവർക്കും അറിയാൻ പറ്റില്ലല്ലോ എല്ലാ ചാനലും. അപ്പൊ അതാണ് സംഭവം. അപ്പൊ എന്തായാലും നമ്മൾ വിചാരിച്ചു ഓക്കെ ഇറ്റ് ഇസ് എ പെർഫെക്റ്റ് മൊമെന്റ് ടു സ്റ്റാർട്ട്. ആൻഡ് ഇത്രയും നാളൊന്നും കിട്ടിയില്ല, ഇപ്പോ ഈ മൊമെന്റിൽ കിട്ടും. അപ്പൊ എന്തായാലും എന്താ സംഭവം നോക്കാം. കാരണം ഒരു യങ് ലുക്കിലുള്ള വിജയണ്ണനെയാണ് ഏകദേശം പോസ്റ്ററിലൊക്കെ കാണിച്ചിരിക്കുന്നതും തമ്മിലിൽ കാണിച്ചിരിക്കുന്നതും. അത് മാത്രമല്ല ഫാസ്റ്റ് നമ്പർ ആയിട്ടുള്ള ഒരു സോങ് ആയിരുന്നു ഫസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തത് ഒരു മെലഡിയസ് ആണെങ്കിൽ മൂന്നാമത്തത് ഒരു റൊമാൻറ്റിക് ആയിരുന്നു. അപ്പൊ ഇതെന്തായിരിക്കും, ഇതൊരു ഫാസ്റ്റ് നമ്പർ ആയിരിക്കോ? കാരണം മട്ട എന്നൊക്കെ പേര്. മട്ട എന്താ ഉദ്ദേശിക്കുന്നത് അറിയില്ല, നമുക്ക് എന്തായാലും കേട്ടൊക്കെയല്ലേ അറിയാൻ പറ്റുള്ളൂ. റെഡി? തുടങ്ങുന്നൊരു മറ്റേതാണ് ഫാസ്റ്റ് നമ്പർ. യുവൻ ഇതാണ് യുവൻ. സോങ്ങിന്റെ ഒരു ചെറിയൊരു ക്ഷീണം നിർത്തുവല്ലേ ശരിക്കും. കഴിഞ്ഞ സോങ്ങിന്റെ അകത്ത് പറയുന്നത് സോങ് അടിപൊളിയായിരുന്നു, പക്ഷെ കുറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ സോങ്ങിൽ ഏകദേശം എന്താ നമ്മുടെ വിജയണ്ണന്റെ കുറെ എലമെന്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ എന്തൊക്കെയോ ഒരു
ഒരു മിസ്മാച്ചിങ് ഫീൽ ഉണ്ടായിരുന്നു. നമ്മൾക്ക് പേഴ്സണൽ ആയിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പാട്ട് എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നത് അതിനെയൊക്കെ ഒന്ന് യാര് കിട്ടിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ എന്തായാലും ഏകദേശം അത് യാര് കിട്ടേ ഇപ്പടി പേസൊക്കെ ഉദ്ദേശിച്ചത് ചിലപ്പോ സംഭവം. അപ്പൊ എന്തായാലും ഇതില് ഇവൻ ആ യങ് ലുക്കിലും നമുക്ക് ആ വൈബ് കിട്ടി. ആൻഡ് അതില് കുറെ റെഫറൻസുകളും നല്ല രീതിയിൽ കാണിക്കുന്നത്. ആൻഡ് ആ ഒരു ബീറ്റ് കേട്ടോ, നല്ല ഒരു തുടക്കത്തിലുണ്ടായ എന്താണ് ബീറ്റ്, അത് തന്നെയാണ് എന്റെ വരെ ആ ഒരു ഓളത്തിൽ പോകുന്നുണ്ടല്ലേ, ഡപ്പാങ്കുത്ത് വൈബ്, ഒരു ഫുൾ വൈബ്. ഏകദേശം ഈ വൈബായ നമ്മളുടെ മങ്കാത്തയില ആ ഒരു ചില സോങ്സ് ഒക്കെ നമുക്ക് ഒരു മാച്ച് ചെയ്യാൻ പറ്റും. അതായത് ഓക്കെ ഇത് എന്താ പറയാ ഇങ്ങനെയുടെ പടമാണ് എന്ന് നമുക്ക് തോന്നും. ഇല്ലേ, വിജയണ്ണന്റെ പടം തോന്നുന്നു. അതെ, രണ്ടുപേരും. കാരണം രണ്ടുപേരും വരുന്ന സമയത്ത് നമ്മളൊരു സംഭവം എക്സ്പെക്ട് ചെയ്യും. അപ്പൊ അത് എക്സ്പെക്ട് ചെയ്യുന്ന സാധനം കിട്ടാണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആവുന്നത്. അതും പ്രത്യേകിച്ച് യുവാൻ ശങ്കർ രാജ പോലെയുള്ള എന്താ പറയാ മ്യൂസിക് ഡയറക്ടറിന്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്താ പറയാ നമ്മൾ ഉദ്ദേശിച്ച അത്രയും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയൊരു സംഭവമാണ്. അവിടെയാണ് നമ്മൾ അനിരുദ്ധിനെയൊക്കെ ഓർത്തത് കഴിഞ്ഞ വർഷം, ഇല്ലേ? അതായത് അനിരുദ്ധ ആയിരുന്നെങ്കിൽ കുറച്ച് നല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് വന്ന സമയത്ത് നമുക്ക് ഏകദേശം ആ ഒരു വൈബ് കിട്ടി. എനിക്ക് തോന്നുന്നത് ഇതിപ്പോ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, പക്ഷെ മൂവിയിൽ ചിലപ്പോ വേറെ രീതിയിലായിരിക്കാം വരുന്നത്, വേറെ സിറ്റുവേഷനിലായിരിക്കാം വരുന്നത്. ഇപ്പൊ എന്ന് വെച്ചാ ഇതൊക്കെ ഉണ്ട്, ഈ വൈബൊക്കെ ഉണ്ട്. പോലത്തെ ആ ഒരു സെറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു ലൊക്കേഷൻ സംഭവമാണ്. പക്ഷെ വേറെ സിറ്റുവേഷൻ ചിലപ്പോ വേറെ എന്തെങ്കിലും ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും ഈ ഫോർത്ത് സിംഗിൾ ആയി. ഇനിയിപ്പോ സിംഗിൾ ഒന്നുമില്ല, 5-ാം തീയതി പടം റിലീസ്. ഇന്ന് സെപ്റ്റംബർ 1 5-ാം തീയതി പടം. അതാണ് ഇനി സിംഗിൾസ് ഒന്നുമില്ല, ഇനി നിങ്ങൾക്കൊന്നുമില്ല, നേരെ ഡബിൾസ് പടം, നേരെ പടത്തിലോട്ട്. ട്രെയിലർ അടക്കം വന്നു. ചിലപ്പോ ഒരു റിലീസ് ട്രെയിലർ കാരണം ചെറിയൊരു ഇത് വേണ്ട, ഒരു ഓളം കൂടി കൂട്ടാൻ ചിലപ്പോ ഒരു. ശരിക്കും ഇതിനകത്ത് തൃശ്ശയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലേ? ആ തൃശ്ശ ഉണ്ടെന്ന്, പക്ഷെ തൃശ്ശയുടെ സോങ് ഞാൻ എക്സ്പെക്ട് ചെയ്ത് ആക്ച്വലി. ആണോ? കാരണം തൃശ്ശയുടെ സോങ് ഉണ്ട് എന്നൊക്കെ പറയും. ഇനി അതിനെ അവസാനം ഇറക്കുമെന്ന് അറിയില്ല, റിലീസ് ട്രെയിലറിന് പകരം. തൃശ്ശ തളപതി കോമ്പിനേഷൻ അതൊക്കെ ആയിരിക്കും ഏർപ്പെടുക്കാൻ. അപ്പൊ എന്തായാലും നോക്കാം ഇനി എന്താ അപ്ഡേറ്റ് വരാൻ പോകുന്നുള്ള നിങ്ങളുടെ പിന്നെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാത്ത വീഡിയോയിൽ കാണാം.